ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സർവശക്തനായ ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചു വരുവാൻ കർത്താവ് ഒരു അവസരം കൂടെ നൽകി തന്നല്ലോ. നമ്മുടെ ഇന്നത്തെ വചന ധ്യാനത്തിനായി നമുക്ക് യെശയ്യാ പ്രവചനം അതിൻ്റെ 33-ാമത്തെ അധ്യായമായിരിക്കും നമ്മൾ ഇന്ന് ശ്രദ്ധിക്കാൻ പോകുന്നത്. നമുക്ക് നമ്മുടെ വേദവസ്തം തുറന്ന് യെശയ്യാ പ്രവചനം അതിൻ്റെ 33-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ഐസയ ചാപ്റ്റർ 33 വേഴ്സ് 1. സാഹസം അനുഭവിക്കാതെ സാഹസം ചെയ്യുകയും നിന്നോട് ആരും ദ്രോഹം പ്രവർത്തിക്കാതെ ദ്രോഹം പ്രവർത്തിക്കുകയും ചെയ്യുന്നവനെ നിനക്ക് അയ്യോ കഷ്ടം. നീ സാഹസം ചെയ്യുന്നത് നിർത്തുമ്പോൾ നിന്നെയും സാഹസം ചെയ്യും. നീ ദ്രോഹം പ്രവർത്തിക്കുന്നത് മതിയാക്കുമ്പോൾ നിന്നോടും ദ്രോഹം പ്രവർത്തിക്കും. നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ ശ്രദ്ധിച്ച 32-ാമത്തെ അധ്യായത്തിൽ നാം ദൈവത്തിൻ്റെ ആത്മാവ് തൻ്റെ ജനത്തെ മടക്കി കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മൾ ശ്രദ്ധിച്ചല്ലോ. ഞാൻ ഒരു രാജാവിനെ, നീതിയോട് വാഴുന്ന ഒരു രാജാവ് തൻ്റെ ജനത്തിൻ്റെ ഇടയ്ക്ക് ദൈവം അയക്കും. അതായിരുന്നു കഴിഞ്ഞ ആഴ്ച നമ്മൾ ശ്രദ്ധിച്ച ആ വിഷയം. പക്ഷെ ഇന്ന് 33-ാമത്തെ അധ്യായം തുടങ്ങുമ്പോൾ തന്നെ ഇംഗ്ലീഷിലാണെങ്കിൽ വോ ടു ദീ, അയ്യോ കഷ്ടം എന്ന് പറഞ്ഞുകൊണ്ടാ 33-ാമത്തെ അധ്യായത്തിന്റെ ആദ്യത്തെ വാക്യം. ഇതാരെ കുറിച്ചാ? കഴിഞ്ഞ ആഴ്ച തൻ്റെ ജനത്തെക്കുറിച്ച് ദൈവം സംസാരിക്കുമ്പോൾ ഈ വിഷയം ദൈവത്തിന്റെ ആത്മാവ് ആരോടാ സംസാരിക്കുന്നത്? ഇതുവരെ ഒന്നുകൂടെ വായിച്ച അതിന്റെ 1-ാമത്തെ വാക്യം. സാഹസം അനുഭവിക്കാതെ സാഹസം ചെയ്യുകയും നിന്നോട് ആരും ദ്രോഹം പ്രവർത്തിക്കാതെ ദ്രോഹം പ്രവർത്തിക്കുകയും ചെയ്യുന്നവനെ നിനക്ക് അയ്യോ കഷ്ടം. അയ്യോ കഷ്ടം. ഇതാരെ കുറിച്ചാ? നമ്മൾ സ്പഷ്ടമായി നോക്കിയാൽ യഹൂദ ജനത്തിന്റെ വിരോധമായി അശൂരികൾ വരുമ്പോൾ, സെൻഹരീബിന്റെ നേതൃത്വത്തിൽ അശൂരികൾ അവർ യെരൂശലേമിനെ പിടിച്ചടക്കുവാനാ അവരുടെ അടുത്ത പദ്ധതി. അങ്ങനെ അവർ പദ്ധതിയെല്ലാം ഒരുക്കി വരുമ്പോൾ ദൈവത്തിന്റെ ദാസൻ ദൈവാത്മാവിന്റെ നിയോഗത്താൽ ദൈവത്തിന്റെ സന്ദേശം അശൂരികളെ അറിയിക്കുക. ഈ വാക്യം നല്ലപോലെ മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് 2 രാജാക്കന്മാരുടെ പുസ്തകം അതിൻ്റെ 18-ാമത്തെ അധ്യായം ഒന്ന് എടുത്താൽ, 2 Kings ചാപ്റ്റർ 18. അവിടെ നമുക്ക് അതിൻ്റെ 13 തൊട്ട് വായിച്ചാൽ നമുക്ക് കുറച്ച് വിഷയം സ്പഷ്ടമായി മനസ്സിലാകും. 2 Kings chapter 18 verse 13 onwards. യഹൂദ രാജാവായ ഹിസ്കിയാവിന്റെ 14-ാം ആണ്ടിൽ അശൂർ രാജാവായ സൻഹരീബ് യഹൂദയിലെ ഉറപ്പുള്ള എല്ലാ പട്ടണങ്ങളുടെയും നേരെ പുറപ്പെട്ടു വന്ന് അവയെ പിടിച്ചു. അപ്പോൾ യഹൂദ രാജാവായ ഹിസ്കിയാവ് ലാഖീഷിൽ അശൂർ രാജാവിന്റെ അടുക്കൽ ആളയച്ചു. ഞാൻ കുറ്റം ചെയ്തു, എന്നെ വിട്ടു മടങ്ങിപ്പോകണം. നീ എനിക്ക് കൽപ്പിക്കുന്ന പിഴ ഞാൻ അടച്ചുകൊള്ളാമെന്ന് പറയിച്ചു. അശൂർ രാജാവ് യഹൂദ രാജാവായ ഹിസ്കിയാവിന് 300 താലന്ത് വെള്ളിയും 30 താലന്ത് പൊന്നും പിഴ കൽപ്പിച്ചു. ഹിസ്കിയാവ് യഹോവയുടെ ആലയത്തിലും രാജധാനിയിലെ ഭണ്ഡാരത്തിലും കണ്ട വെള്ളിയൊക്കെയും കൊടുത്തു. ആ കാലത്ത് യഹൂദ രാജാവായ ഹിസ്കിയാവ് യഹോവയുടെ മന്ദിരത്തിന്റെ വാതിലുകളും കട്ടിളകളിലും താൻ പൊതിഞ്ഞിരുന്ന പൊന്നും പറിച്ചെടുത്ത് അശൂർ രാജാവിന് കൊടുത്തയച്ചു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുന്നത്, അശൂരികൾ സെൻഹരീബിന്റെ നേതൃത്വത്തിൽ യഹൂദയുടെ വിരോധം വരുമ്പോൾ യഹൂദ പേടിച്ചു. ഹെസക്കിയ രാജാവ് സെൻഹരീബിനോട് ഒരപേക്ഷ, ഞങ്ങൾ പിഴ അടച്ചോളാം, ഞങ്ങളെ ഉപദ്രവിക്കല്ലേ, ശല്യം ചെയ്യല്ലേ. സെൻഹരീബ് ഇവർ അടയ്ക്കേണ്ട പിഴ പറയുമ്പോൾ 300 താലന്ത് വെള്ളിയും 30 താലന്ത് പൊന്നും, ഇത്രയും നിങ്ങൾ അടച്ചാൽ, ഇത്രയും നിങ്ങൾ തന്നാൽ ഞങ്ങൾ നിങ്ങളെ ശല്യം ചെയ്യത്തില്ല, ആക്രമിക്കത്തില്ല. ഹെസക്കിയാവ് ദൈവത്തിന്റെ ആലയം വരെ തുറന്ന് അവിടെ വെച്ചിരുന്ന വെള്ളിയും പൊന്നും എല്ലാം എടുത്ത് സെൻഹരീബിന് കൊടുത്തു. ഇതെല്ലാം കിട്ടിക്കഴിഞ്ഞിട്ടും സെൻഹരീബ് തന്റെ വാക്ക് പാലിച്ചില്ല. പിന്നെയും വഞ്ചിക്കാൻ വേണ്ടി, ദ്രോഹം ചെയ്യാൻ വേണ്ടി
പിന്നെയും വന്നേക്കുക. നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ ശ്രദ്ധിച്ചായിരുന്നല്ലോ, ഒരു സിംഹം തൻ്റെ ഇരയെ കൈപ്പിടിച്ചിരിക്കുമ്പോൾ ലോകമിളകിയാലും സിംഹം ആ ഇര വിടത്തില്ല. ദൈവം തൻ്റെ ജനത്തിനെ കാക്കുന്ന രീതി നമ്മൾ മനസ്സിലാക്കണം. തൻ്റെ ജനം പറയുമ്പോൾ നമ്മൾ ഓരോരുത്തരെയും ഈ ദിവസങ്ങളിൽ നമ്മൾ ദൈവവചനം പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആ സ്നേഹവും കരുതലും സ്വഭാവവും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ? ഈ അശൂരികൾക്ക് ദൈവം വെച്ചിട്ടുണ്ട്. ഈ ആദ്യത്തെ വാക്യത്തിൽ എഴുതിയേക്കുന്ന പോലെ തന്നെ അശൂരികൾക്ക് സംഭവിച്ചു. ഇവർ വഞ്ചിക്കപ്പെട്ടു. ദൈവം ഇവരോട് പെരുമാറിയ രീതി നമ്മൾ 2 രാജാക്കന്മാർ 18, 19 അധ്യായം വായിക്കുമ്പോൾ നമുക്ക് കാണാമല്ലോ. ദൈവജനത്തിന്റെ വിരോധമായി വന്നോർക്ക് അനുഭവിച്ച കഷ്ടങ്ങൾ. നമ്മൾ ഇതെല്ലാം വായിക്കുമ്പോൾ, കർത്താവേ, നീ എന്നെ എത്ര സ്നേഹിക്കുന്നു, നിന്നെ കൂടുതലായി മനസ്സിലാക്കുവാൻ, നിന്നെ സ്നേഹിപ്പാൻ, നിന്റെ ഹിതപ്രകാരം ജീവിപ്പാൻ നീ എന്നെ സഹായിക്കണമെന്ന്. അതാ നമ്മുടെ പ്രാർത്ഥനയായിരിക്കേണ്ടത്. ഇനിയിപ്പം നമുക്ക് അതിൻ്റെ 2-ാമത്തെ വാക്യം തൊട്ട് വായിക്കാം. യെശയ്യാ 33 2-ാമത്തെ വാക്യം തൊട്ട് നമുക്ക് വായിക്കാം. യഹോവേ, ഞങ്ങളോട് കൃപയുണ്ടാകണമേ, ഞങ്ങൾ നിന്നെ കാത്തിരിക്കുന്നു. രാവിലെ തോറും നീ അവർക്ക് ഭുജവും കഷ്ടകാലത്ത് ഞങ്ങൾക്ക് രക്ഷയുമായിരിക്കണമേ. കോലാഹലം ഹേതുവായി വംശങ്ങൾ ഓടിപ്പോയി, നീ എഴുന്നേറ്റപ്പോൾ ജാതികൾ ചിതറിപ്പോയി. നിങ്ങളുടെ കവർച്ച തുള്ളൻ ശേഖരിക്കുന്നത് പോലെ ശേഖരിക്കപ്പെടും, വെട്ടുകിളി ചാടി വീഴുന്നതുപോലെ അവർ അതിന്മേൽ ചാടി വീഴും. യഹോവ ഉന്നതനായിരിക്കുന്നു, ഉയരത്തിലല്ലോ അവൻ വസിക്കുന്നത്. അവൻ സിയോനെ ന്യായവും നീതിയും കൊണ്ട് നിറച്ചിരിക്കുന്നു. നിന്റെ കാലത്ത് സ്ഥിരതയും രക്ഷാസമൃദ്ധിയും ജ്ഞാനവും പരിജ്ഞാനവും ഉണ്ടാകും. യഹോഭക്തി അവരുടെ ആയിരിക്കും. ഇതാ അവരുടെ ശൗര്യവാന്മാർ പുറത്തു നിലവിളിക്കുന്നു, സമാധാനത്തിന്റെ ദൂതന്മാർ അതിദുഃഖത്തോടെ കരയുന്നു. ഇവിടെ 2 തൊട്ട് 6 വരെ നമ്മൾ വായിച്ച ആ വേദഭാഗം, ദൈവജനം ദൈവത്തെ സ്തുതിക്കുന്നതും ആരാധിക്കുന്ന ആ വാക്കുകളാണ് നമ്മൾ ഇവിടെ ശ്രദ്ധിച്ചത്. പ്രവചന വാക്കിന്റെ കൂടെ തന്നെ ഈ ആരാധനയും യൂഷ്വലി മിക്സ് ചെയ്യുന്നത് നമ്മൾ കാണാറില്ല. പക്ഷെ ഇവിടെ ദൈവത്തിന്റെ ആത്മാവിന്റെ നിയോഗത്താൽ യെശയ്യാ പ്രവാചകൻ ഇസ്രായേൽ ജനത്തിന്റെ ആ പ്രാർത്ഥന, ആ ആരാധന, അതിനെ ഇവിടെ വിവരിക്കുന്നത്. കഴിഞ്ഞ അധ്യായങ്ങളിൽ നമ്മൾ വായിച്ചല്ലോ, ദൈവം തൻ്റെ ജനത്തെ കഷ്ടതയിലാക്കുമ്പോൾ, ദുഃഖത്തിന്റെ അപ്പവും കഷ്ടതയിലെ ആ പാനപാത്രം കുടിക്കുമ്പോൾ, ദൈവം ആഗ്രഹിച്ച രീതിയിൽ ഈ ജനം മടങ്ങി വരുമ്പോൾ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങും. നമ്മൾ ഇന്ന് ഒരു വിഷയം നിങ്ങളുടെ മുമ്പേ ഞാൻ വെക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് ഒത്തിരി വിശ്വാസികൾ, നമ്മൾ എല്ലാ ആഴ്ച പറയുന്നതാ, അവർക്ക് അകത്തുള്ള ആഗ്രഹം എങ്ങനെയെങ്കിലും കഷ്ടതയിന്ന് ഒന്ന് വിടുതൽ വേണം. ജീവിതത്തിൽ ഞങ്ങൾക്ക് കഷ്ടം വേണ്ട, ഞങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം തക്ക സമയത്ത് നടന്ന് കിട്ടിയാൽ ഭയങ്കര സന്തോഷമാണ്, ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കാം, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാൻ പാടില്ല. അങ്ങനത്തെ ചിന്തയുള്ളവരാ ഇന്ന് ഒത്തിരി വിശ്വാസികളെ നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. ഒരു കഷ്ടതയും ഒരു പ്രയാസം ഞങ്ങളെ ബാധിക്കില്ലേ, ഞങ്ങളെ അങ്ങനെ തന്നെ അങ്ങ് കൊണ്ടുപോയാൽ മതി. പക്ഷേ ജീവിതത്തിൽ നമുക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ബുദ്ധിമുട്ടും പ്രയാസങ്ങളും എല്ലാം ഉണ്ടല്ലോ. ഉദാഹരണമായി, നിങ്ങൾ ഈ ദിവസങ്ങളിൽ വാർത്തകൾ കേൾക്കുന്നുണ്ടായിരിക്കും. കാനഡയിലും അമേരിക്കയിലും അയർലൻഡിലും UK-യിലും ഓസ്ട്രേലിയയിലും ന്യൂസിലൻഡിലും
പ്രശ്നങ്ങൾ തുടങ്ങിയോ? നമ്മുടെ മക്കളെ ഉപദ്രവിക്കാൻ തുടങ്ങിയോ? നമ്മുടെ പ്രായമുള്ളവരെ ഉപദ്രവിക്കാൻ തുടങ്ങിയോ? അതെന്താ? ഇനിയും ഇതിന് വല്ല വ്യത്യാസം വരുമോ? അതോ ഈ സാഹചര്യം ഇനിയും വഷളാകത്തേ ഉള്ളോ? അന്യനാടുകളിൽ പോയി നമ്മൾ താമസിക്കുന്നുണ്ട്. പക്ഷെ അവിടുത്തെ സാഹചര്യത്തിന് വ്യത്യാസങ്ങൾ വരാൻ തുടങ്ങി. ഇമിഗ്രൻസിന്റെ വിരോധമായി ആ രാജ്യത്തിന്റെ സിറ്റിസൺസ് റോഡേ വരാൻ തുടങ്ങിയിട്ടുണ്ട്. സോ നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും ആരാധിച്ചാലും ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങൾ ഈ ജീവിതത്തിന്റെ ഭാഗമാണ്. നമുക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധിയെ നമ്മൾ എങ്ങനെ ഫേസ് ചെയ്യുന്നേ? അവിടെ വിഷയം കിടക്കുന്നത്. ഇത് എൻ്റെ ദൈവം അനുവദിച്ചതാണ്. ആ ഒരു വിശ്വാസവും ആ ഒരു ഉറപ്പകത്തുണ്ടെങ്കിൽ ഈ കഷ്ടതയിൽ നിന്ന് കടന്നു പോകുമ്പോൾ നമ്മുടെ വിശ്വാസം ബലപ്പെടുത്തേ ഉള്ളൂ. നമ്മൾ ദൈവത്തോട് അത്ര അടുപ്പം അനുഭവിക്കും, ദൈവ സാന്നിധ്യം അനുഭവിക്കും, ആശ്വാസം അനുഭവിക്കും. ഈ കഷ്ടത നമ്മുടെ സ്വഭാവത്തെ രൂപാന്തരപ്പെടുത്തും. ശദ്രക് മേശക് അബേദ്നെഗോ തീച്ചൂളേന്ന് വെളി വന്നപ്പം ജനം അവരെ മണത്തു നോക്കി. തീന്റെ മണം പോലും ആ 3 പേരിലില്ല. ആ മണം പോലും ഇല്ല. അതെന്താ? അവർ തീച്ചൂളയിലായിരുന്നു. ബന്ധനങ്ങൾ കത്തിപ്പോയി. പക്ഷെ തീന്റെ ഒരു മണം പോലും ഇല്ല. അതാ നമുക്കൊരു നിഴല്. ദൈവം എന്നെ ഈ സാഹചര്യത്തിലാക്കി ആ പ്രാഗൽഭ്യമുള്ള വ്യക്തിയുടെ ഈ കഷ്ടത തകർക്കത്തില്ല, ബലപ്പെടുത്തത്തേ ഉള്ളൂ. പക്ഷേ കഷ്ടതയെന്ന് ഭയപ്പെട്ട് അതെന്റെ അടുത്ത് വരുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു വ്യക്തി, അതാ ഇന്നത്തെ അനുഗ്രഹം പ്രസംഗിക്കുന്നവർ ചെയ്യുന്ന വലിയ ശുശ്രൂഷ. എത്ര ജീവിതങ്ങളെ അവർ തകർത്തത്. അതിന്റെ രക്തം ദൈവം ഇവരോട് ചോദിക്കും. അവരുടെ മുമ്പേ വേറെ ഒരു ദൃശ്യമുണ്ടാക്കി, സുഖവും സന്തോഷവും അനുഗ്രഹത്തിന്റെ ഒരു ചിത്രം ഉണ്ടാക്കി. എത്ര ജീവിതങ്ങളെയാ ഇവർ തകർത്തത്. ഇങ്ങനത്തെ സുവിശേഷം കേൾക്കുന്നവര് കഷ്ടത വരുമ്പോൾ തകർന്നു കിടക്കുക. അവർക്കിനിയും ദൈവവും വേണ്ട, പള്ളിയും വേണ്ട, വിശ്വാസിയും വേണ്ട. അവർക്ക് മനുഷ്യരെ കണ്ടുകൂടാ. എന്താ? അവർക്ക് ഇപ്പം മനസ്സിലായി, ഞങ്ങൾ വഞ്ചിക്കപ്പെട്ടു. കഷ്ടത വരുത്തില്ല എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നവർ കഷ്ടത വന്നപ്പം തകർന്നു പോയി. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തി, എന്റെ ദൈവം എല്ലാം നന്മയ്ക്കായി ചെയ്യുമെന്ന് പറഞ്ഞ് ആ വിശ്വാസമുള്ള ഒരു വ്യക്തി കഷ്ടതയിൽ നിന്ന് കടന്നു പോകുമ്പോൾ ആ കഷ്ടത ഒരു ദിവസം കഴിയുമല്ലോ. നമ്മൾ ഓവനിന്റെ അകത്ത് കേക്കോ ബ്രെഡ് അത് നമ്മൾ അതിൻ്റെ അകത്ത് വെക്കുമ്പോൾ അതിൻ്റെ മാവ് അതിൻ്റെ അകത്ത് എല്ലാം മിക്സിങ് എല്ലാം ചെയ്ത് ഓവനിന്റെ അകത്ത് കുറച്ച് സമയത്ത് വെക്കും. ആ സമയമാകുമ്പോൾ നമ്മൾ ആ ഓവന്റെ ആ വാതിൽ തുറക്കുമ്പോൾ ഒരു മണമുണ്ട്. ആ മണമിൽ നിന്ന് നമുക്ക് മനസ്സിലാകും സാധനം നല്ലപോലെ ബേക്ക് ആയിട്ടുണ്ട്. കത്തിപ്പോയിട്ടില്ല. കത്തിയാൽ അതിൻ്റെ മണം കാണും. നല്ലപോലെ ബേക്ക് ആയാൽ അതിൻ്റെ മണമുണ്ട്. അതുപോലെ ആ ദൈവ പൈതലിനെ ദൈവം കഷ്ടതയിൽ ആ ചൂളയിൽ വെക്കുമ്പോൾ കത്തിക്കാനല്ല, തകർക്കാനല്ല, ആ കൃത്യമായ ബേക്ക്, ആ കംപ്ലീറ്റ് പ്രോസസ് നടക്കുമ്പോൾ
ദൈവനാമമില്ലയോ മഹത്വപ്പെടുന്നത്? ഇവിടെ ഇസ്രായേൽ മക്കളെ നോക്കിക്കേ, ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി, ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. നമ്മുടെ ജീവിതത്തിൽ കഷ്ടത, പ്രയാസങ്ങളുള്ളപ്പം ഞാൻ അതിനെ എങ്ങനെയാ ഫേസ് ചെയ്യുന്നത്? അവിടെ ആ വിഷയം കിടക്കുന്നത്. ഇന്ന് എത്ര മക്കൾക്ക് അവരുടെ അപ്പനമ്മ തന്നെ ഇടർച്ചയുടെ കാരണമായി. കാരണം മക്കൾ കണ്ടു അപ്പനമ്മ ദൈവത്തെ പ്രാകുന്നത്. ഒരു കഷ്ടത വന്നപ്പം അതിൽ നിന്ന് രക്ഷപ്പെടാൻ ബന്ധപ്പെടുന്നത് തലമുറ കണ്ടു. അവർക്ക് ഈ ദൈവവും വേണ്ട. പിതാക്കന്മാരെങ്ങനെയായിരുന്നു? അവർക്ക് കൂടുതൽ പഠിത്തമില്ലെങ്കിലും അവർ ദൈവത്തിൽ ആശ്രയിച്ചു, അവരുടെ ഓട്ടം തികച്ചു. എൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ ഞാൻ എന്തിനാ ഭാരപ്പെടുന്നത്? ഈ 2 തൊട്ട് നമുക്ക് പിന്നെ വായിക്കാം. 2-ാമത്തെ വാക്യം തൊട്ട് ദൈവജനം ദൈവത്തെ സ്തുതിക്കുന്ന ആ വാക്കുകൾ. യഹോവേ, ഞങ്ങളോട് കൃപയുണ്ടാകണമേ, ഞങ്ങളോട് കൃപയുണ്ടാകണമേ, ഞങ്ങൾ നിന്നെ കാത്തിരിക്കുന്നു. രാവിലെ തോറും നീ അവർക്ക് ഭുജവും കഷ്ടകാലത്ത് ഞങ്ങൾക്ക് രക്ഷയുമായിരിക്കണമേ. കോലാഹലം ഹേതുവായി വംശങ്ങൾ ഓടിപ്പോയി. നീ എഴുന്നേറ്റപ്പോൾ ജാതികൾ ചിതറിപ്പോയി. നിങ്ങളുടെ കവർച്ച തുള്ളൻ ശേഖരിക്കുന്നത് പോലെ ശേഖരിക്കപ്പെടും. വെട്ടുകിളി ചാടി വീഴുന്നത് പോലെ അവർ അതിന്മേൽ ചാടി വീഴും. യഹോവ ഉന്നതനായിരിക്കുന്നു. ഈ ജനം മിസ്രൈമിന്റെ പോലെ പോയോറാ. പക്ഷെ പാഠങ്ങൾ പഠിച്ചപ്പം ഇപ്പം പറയുന്നത് യഹോവ ഉന്നതനായിരിക്കുന്നു. നമ്മുടെയും പാട്ട് അതാണോ? എന്റെ ദൈവം ഉന്നതൻ. The Lord is exalted. അടുത്തത്, ഉയരത്തിലല്ലോ അവൻ വസിക്കുന്നത്. അവൻ സിയോനെ ന്യായവും നീതിയും കൊണ്ട് നിറച്ചിരിക്കുന്നു. അതിന്റെ താഴെ, നിന്റെ കാലത്ത് സ്ഥിരതയും രക്ഷാസമൃദ്ധിയും ജ്ഞാനവും പരിജ്ഞാനവും ഉണ്ടാകും. ഒന്നുകൂടെ വായിച്ച ആ വാക്യം. നിന്റെ കാലത്ത് സ്ഥിരതയും രക്ഷാസമൃദ്ധിയും ജ്ഞാനവും പരിജ്ഞാനവും ഉണ്ടാകും. നമ്മൾ ഈ ദിവസങ്ങളിൽ ദൈവത്തോട് ചോദിക്കേണ്ടത്, കർത്താവേ, നിന്റെ ജ്ഞാനം നീ എനിക്ക് തരണമേ, പരിജ്ഞാനം നൽകണമേ കർത്താവേ. ഈ ജ്ഞാനം, പരിജ്ഞാനം സ്കൂളിൽ പോയി കോളേജിൽ പോയി കിട്ടുന്ന ജ്ഞാനമല്ല, ദൈവം നമുക്ക് തരേണ്ടതാ. അങ്ങനെ ആകുമ്പോഴേ നമുക്ക് നമ്മുടെ കാലിന് സ്ഥിരത കാണത്തുള്ളൂ. അതിന്റെ താഴെ വായിച്ചേ, യഹോവ ഭക്തി അവരുടെ നിക്ഷേപം. അതിന്റെ അർത്ഥം എന്താ? The fear of the Lord is his treasure. എന്റെ നിക്ഷേപം യഹോവ ഭക്തിയാണോ? യഹോവയുടെ ഭയമാണോ എന്റെ നിക്ഷേപം? ലോകത്തെ നോക്കിക്കേ, അവരുടെ നിക്ഷേപം പറഞ്ഞാൽ എന്താ? സ്വർണവും വെള്ളിയും, ഈ ഭൗതിക കാര്യങ്ങളാ അവരുടെ ട്രഷർ. അവർ അതിനെയാ കാക്കുന്നത്. അവർ ഓർക്കുന്നത് ഇതാ ഏറ്റവും വിലപ്പെട്ടത്. സ്വർണം, വെള്ളി, ഡയമണ്ട്സ്, വിലയുള്ള കാറ്, വലിയ വീട്. ലോകത്തിന് ഇതാ നിക്ഷേപം, ട്രഷർ. ദൈവ പൈതലിനോ ദൈവഭയം. അതെങ്ങനെ? ദൈവഭയം എങ്ങനെ നമ്മുടെ നിക്ഷേപമാകാം? യഹോവ ഭയം. ദൈവത്തിന്റെ സ്വഭാവം മനസ്സിലാക്കുമ്പോൾ, ദൈവത്തിന്റെ ഇടപെടലിൽ നിന്ന് നമുക്ക് ദൈവ സ്വഭാവം മനസ്സിലാക്കുമ്പോൾ നമ്മുടെ അകത്ത് ദൈവഭയം വരും.
ദൈവഭയം വരും. ഇന്ന് നമ്മൾ ആരാധനയ്ക്കൊക്കെ പോകുന്ന ആരാധനാ സ്ഥലങ്ങളിൽ അവിടെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. എല്ലാ കാര്യങ്ങളും. ദൈവഭയമുണ്ടോ? അവിടെ ആരാധിക്കുന്നവരും ആരാധന നടത്തുന്നവർക്കും ദൈവഭയം ഉണ്ടോ? ദൈവഭയമുള്ള സ്ഥലം എങ്ങനെയായിരിക്കും? ഇന്ന് ഇത് എന്റർടൈൻമെന്റ് സ്ഥലമായല്ലോ. ജനം സന്തോഷിക്കാനില്ലയോ പോകുന്നത്? ആരാധന നടത്തുന്നവരുടെ ലക്ഷ്യവും എങ്ങനെയെങ്കിലും ജനത്തെ സന്തോഷിപ്പിക്കണം. അവർ അടുത്ത ഞായറാഴ്ചയും വരണം, അവരുടെ ധനം ഞങ്ങൾക്ക് തരണം, എങ്ങനെയെങ്കിലും ഇവരെ സന്തോഷിപ്പിച്ചാൽ മതി. യഹോവ ഭയം എവിടെ? യഹോവ ഭയം നിക്ഷേപമുള്ളവൻ ദൈവത്തിന്റെ ആ സ്വഭാവം അടുത്തൂന്ന് അറിയും. ദൈവത്തിന്റെ ആ സാന്നിധ്യം അവന്റെ ജീവിതത്തിൽ അവൻ അനുഭവിക്കും. ദൈവനാമത്തിന്റെ മഹത്വത്തിനു വേണ്ടി ജീവിക്കാനുള്ള ആ വാഞ്ചാകത്ത് കാണും. അതാ അവന്റെ നിക്ഷേപം. താഴെ നമുക്ക് വായിക്കാം. അതിന്റെ 7 തൊട്ട് വായിക്കാം. ഇതാ അവരുടെ ശൗര്യവാന്മാർ പുറത്തു നിലവിളിക്കുന്നു, സമാധാനത്തിന്റെ ദൂതന്മാർ അതിദുഃഖത്തോടെ കരയുന്നു. പെരുവഴികൾ ശൂന്യമായി കിടക്കുന്നു, വഴിപോക്കർ ഇല്ലാതെയായിരിക്കുന്നു. അവൻ ഉടമ്പടി ലംഘിച്ചു, പട്ടണങ്ങളെ നിന്ദിച്ചു, ഒരു മനുഷ്യനെയും അവൻ ആദരിക്കുന്നില്ല. ദേശം ദുഃഖിച്ചു ക്ഷയിക്കുന്നു, ലബാനോൻ ലജ്ജിച്ചു വാടിപ്പോകുന്നു. ഷാരോൻ മരുഭൂമി പോലെ ആയിരിക്കുന്നു, ബാശാനും കർമ്മേലും ഇല പൊഴിക്കുന്നു. ഇപ്പോൾ ഞാൻ എഴുന്നേൽക്കും, ഇപ്പോൾ ഞാൻ എന്നെ തന്നെ ഉയർത്തും, ഇപ്പോൾ ഞാൻ ഉന്നതനായിരിക്കും എന്ന് യഹോവ അരുളി ചെയ്യുന്നു. സോ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുന്ന ഇപ്പം വായിച്ച വേദഭാഗത്തിൽ ദൈവത്തിൽ ഒരുവൻ ആശ്രയിക്കുമ്പോൾ, ദൈവഭയം അവന്റെ നിക്ഷേപമായിരിക്കുമ്പോൾ, ദൈവം നമുക്ക് വേണ്ടി എഴുന്നേറ്റ് പ്രവർത്തിക്കും. ഞാൻ എൻ്റെ സാഹചര്യത്തെ ഓർത്ത് ഭയപ്പെടേണ്ട ആവശ്യമില്ല, വ്യാകുലപ്പെടേണ്ട ആവശ്യമില്ല. ശത്രുക്കൾ തന്നെ ചെതറിപ്പോകും. അതുകൊണ്ടില്ലേ ദൈവം മുമ്പേ തന്നെ തന്റെ ജനത്തോട് പറയുന്നേ, മിസ്രൈമിന്റെ പുറകെ പോകല്ലേ, അവന്റെ കുതിരയുടെ പുറത്ത് പോകല്ലേ, അത് മാംസമാ, അവർക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. ഇവിടെ നമ്മൾ അതിന്റെ 10-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ഒന്നുകൂടെ വായിച്ചേ. ഇപ്പോൾ ഞാൻ എഴുന്നേൽക്കും, ഇപ്പോൾ ഞാൻ എഴുന്നേൽക്കും, ഇപ്പോൾ ഞാൻ എന്നെ തന്നെ ഉയർത്തും, ഞാൻ എന്നെ തന്നെ ഉയർത്തും, ഇപ്പോൾ ഞാൻ ഉന്നതനായിരിക്കുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. ഞാൻ ഉന്നതനായിരിക്കുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമുണ്ട്. ആ ദൈവത്തിന് നമ്മുടെ സഹായമൊന്നും വേണ്ട. ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ ആ കർത്താവിൽ, നമ്മുടെ പിതാവിൽ ഒന്ന് വിശ്വസിച്ചാൽ മതി. എൻ്റെ പിതാവ് ആര്? എന്നെ എത്ര സ്നേഹിക്കുന്നു, അവൻ എത്ര ഉന്നതനാണ് മനസ്സിലാക്കുമ്പോൾ നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ നമ്മുടെ ദൈവമുണ്ട്. അതിന്റെ താഴെ നമുക്ക് വായിക്കാം 11-ാമത്തെ വാക്യം. നിങ്ങൾ വൈക്കോലിനെ ഗർഭം ധരിച്ച് താളടിയെ പ്രസവിക്കും, നിങ്ങളുടെ ശ്വാസം തീയായി നിങ്ങളെ ദഹിപ്പിച്ചു കളയും. വംശങ്ങൾ കുമ്മായം ചൂടുന്നതുപോലെ ആകും, വെട്ടിക്കളഞ്ഞ മുള്ളുപോലെ അവരെ തീയിലിട്ട് ചുട്ടുകളയും. ദൂരസ്ഥന്മാരെ ഞാൻ ചെയ്തത് കേൾപ്പീൻ, സമീപസ്ഥന്മാരെ എന്റെ വീര്യപ്രവൃത്തികൾ ഗ്രഹിപ്പീൻ. സിയോനിലെ പാപികൾ പേടിക്കുന്നു, സിയോനിലെ പാപികൾ പേടിക്കുന്നു, വഷളന്മാരായവർക്ക് നടുക്കം പിടിച്ചിരിക്കുന്നു, വഷളന്മാർക്ക് നടുക്കം പിടിച്ചിരിക്കുന്നു. നമ്മിൽ ആർ ദഹിപ്പിക്കുന്ന തീയുടെ അടുക്കൽ പാർക്കും. സോ ഇവിടെ സിയോനിലെ പാപികൾ ഭയപ്പെടുന്നു, പേടിക്കുന്നു. വഷളന്മാർക്ക്
എന്തോ സംഭവിച്ചിരിക്കുക? വഷളന്മാർക്ക് നടക്കം. ഇവർ ആര്? നമ്മുടെ ദൈവം എഴുന്നേൽക്കുമ്പോൾ ഇതുവരെ ദൈവത്തെ അറിയേണ്ടിയ പോൽ അറിയാത്തവർ, അവർ ചിന്തിച്ചത് നമ്മൾ പാപം ചെയ്താലും വലിയൊരു വിഷയമല്ല, അതിനത്ര ശിക്ഷയൊന്നുമില്ല. പാപത്തിൽ രസിക്കുന്നവർ, ദൈവത്തെ അറിഞ്ഞിട്ടും പാപത്തിൽ രസിക്കുന്നവർ, ദൈവം ശിക്ഷിക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നവർക്ക് ദൈവം എഴുന്നേറ്റപ്പം ഇവർക്ക് ഭയം വീണു. ഇന്ന് ഒത്തിരി തന്നെത്താൻ വിശ്വാസികൾ പറയുന്നവരുണ്ട്. അവർ ചിന്തിക്കുന്നത് നമ്മൾ ഇങ്ങനെ അങ്ങ് നടന്നു പോയാൽ മതിയെന്നേ, കൂടുതൽ വിശുദ്ധിയും വേർപാടും അതിൻ്റെ ആവശ്യമില്ല. ഇവരാ സിയോനിലെ പാപികൾ. ദൈവത്തെ ആരാധിക്കാൻ വരുന്നുണ്ടെങ്കിലും ദൈവഭയം ഇവരുടെ ജീവിതത്തിലില്ല. ഇവരുടെ മുട്ടുകൾ വരയ്ക്കുന്ന ദിവസം ദൂരമല്ല. നമ്മുടെ ദൈവം തൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തുമ്പോൾ ശത്രുക്കൾ മാത്രമല്ല, സിയോനിലെ പാപികൾക്കും വരൽ തുടങ്ങും. ഇന്ന് മനുഷ്യൻ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് വേറെ ഏതാണ്ടാ. പക്ഷെ ദൈവം തൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തുന്നു. തൻ്റെ സഭയിൽ തൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്താൻ തുടങ്ങുമ്പോൾ മുട്ടുകൾ വരയ്ക്കാൻ തുടങ്ങും. അടുത്തത്, ആ ദഹിപ്പിക്കുന്ന അഗ്നിയിൽ ആര് വസിക്കുന്ന ഇവർ പിന്നെ പറയുന്നത്. അനന്യാസും സഫീരയുടെ ശവം അവിടെ വീണപ്പം ദൈവസഭയിൽ ദൈവഭയം വീണു. ആ ദിവസം ദൂരം അല്ല. ആ ദിവസം ദൂരമല്ല. കർത്താവിന്റെ സഭ ഇവിടുന്ന് എടുക്കപ്പെടുന്നതിന് മുമ്പേ ദൈവം തൻ്റെ സഭയിൽ ഈ ദിവസങ്ങളിൽ തൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തുന്ന ദിവസം അടുത്തു. 15-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. 15 തൊട്ട്. നീതിയായി നടന്ന് നേർ പറയുകയും പീഡനത്താൽ ഉള്ള ആദായം വെറുക്കുകയും കൈക്കൂലി വാങ്ങാതെ കൈ കുടഞ്ഞു കളയുകയും രക്തപാതകത്തെക്കുറിച്ച് കേൾക്കാതെ വണ്ണം ചെവി പൊത്തുകയും ദോഷത്തെ കണ്ട് രസിക്കാതെ വണ്ണം കണ്ണ് അടച്ചു കളയുകയും ചെയ്യുന്നവൻ. ഇവന് മാത്രമേ, ഇങ്ങനത്തെ ഒരു വ്യക്തിക്ക് മാത്രമേ ദൈവ സാന്നിധ്യത്തിൽ ഇരിക്കാൻ കഴിയത്തുള്ളൂ. അതിന്റെ താഴെ വായിച്ചേ, അതിന്റെ 16. ഇങ്ങനെയുള്ളവൻ ഉയരത്തിൽ വസിക്കും. ഇങ്ങനെയുള്ളവൻ ഉയരത്തിൽ വസിക്കും. പാറക്കോട്ടകൾ അവന്റെ അഭയസ്ഥാനമായിരിക്കും. പാറക്കോട്ട അവന്റെ അഭയസ്ഥാനവും. അവന്റെ അപ്പം അവന് കിട്ടും. അവന്റെ അപ്പം അവന് കിട്ടും. അവന് വെള്ളം മുട്ടിപ്പോകുകയുമില്ല. ഇങ്ങനത്തെ സ്വഭാവമുള്ളവൻ, പറഞ്ഞ ദൈവഭയം ഉള്ളവൻ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ വസിക്കും. അവന് ഒന്നിനിന്റെയും കുറവുണ്ടാകുകയില്ല. പക്ഷെ ആ ദൈവ സാന്നിധ്യത്തിൽ വസിക്കണമെങ്കിൽ ഇങ്ങനത്തെ സ്വഭാവം അകത്ത് വേണം. അതിന്റെ 17-ാമത്തെ വാക്യം. നിന്റെ കണ്ണ് രാജാവിനെ അവന്റെ സൗന്ദര്യത്തോടെ ദർശിക്കും. നിന്റെ കണ്ണ് നിന്റെ രാജാവിനെ അവന്റെ സൗന്ദര്യത്തോടെ ദർശിക്കും. ഒന്ന് നിന്നേ. രാജാവിന്റെ സൗന്ദര്യത്തെ ദർശിക്കണോന്ന് പറഞ്ഞാൽ ഈ രാജാവ് അത്രയും സൗന്ദര്യമുള്ളവനാണോ? ഈ രാജാവിന്റെ സൗന്ദര്യം ഏതാ? കർത്താവായ യേശുവിനെ ക്രൂശിൽ നമ്മൾ കാണുമ്പോൾ സൗന്ദര്യമുള്ളവനാണോ? നമുക്ക് വേണ്ടി ഇല്ലയോ നമ്മുടെ കർത്താവ് ആ കഷ്ടം അനുഭവിച്ചത്? ദൈവത്തിന്റെ ആ സന്നിധിയിൽ വസിക്കുന്നവൻ കർത്താവിന്റെ ആ സൗന്ദര്യം കാണുമ്പോൾ, ആ സൗന്ദര്യം പറഞ്ഞാൽ ഏതാ? എനിക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ച് ആ കഷ്ടതയുടെ അടയാളങ്ങൾ കാണുമ്പോൾ,
നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റു, സ്വർഗാരോഹണം ചെയ്തു. ഞാൻ ആ വാക്യങ്ങളിലെല്ലാം പോകുന്നില്ല. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ചോദിക്കുന്നുണ്ടല്ലോ, ഈ അടയാളങ്ങൾ എവിടുന്ന്? അതിന്റെ അർത്ഥം അടയാളങ്ങൾ ഇന്നുമുണ്ട്. ആ അടയാളങ്ങൾ ഇന്നും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. എവിടുന്ന് കിട്ടിയതാ? എൻ്റെ സ്നേഹിതന്മാർ എനിക്ക് തന്നതാ. എൻ്റെ കർത്താവിൻ്റെ സൗന്ദര്യം പറയുമ്പോൾ എന്നെ സ്നേഹിച്ച് താൻ അനുഭവിച്ച കഷ്ടത്തിൻ്റെ ഓരോ അടയാളങ്ങൾ അതെൻ്റെ കർത്താവിൻ്റെ സൗന്ദര്യമാണ്. ആ സൗന്ദര്യം കണ്ട് ഒരു വ്യക്തി ദൈവത്തെ ആരാധിക്കും, ദൈവത്തെ സ്തുതിക്കും, ദൈവനാമത്തിനു വേണ്ടി ജീവിക്കാൻ ആ ആഗ്രഹം കാണും. അതിന്റെ താഴെ വായിച്ചേ. നിന്റെ കണ്ണ് രാജാവിനെ അവന്റെ സൗന്ദര്യത്തോടെ ദർശിക്കും, വിശാലമായൊരു ദേശം കാണും. പണം എണ്ണുന്നവൻ എവിടെ? തൂക്കി നോക്കുന്നവൻ എവിടെ? ഗോപുരങ്ങളെ എണ്ണുന്നവൻ എവിടെ എന്നിങ്ങനെ നിന്റെ ഹൃദയം ഭീതിയെക്കുറിച്ച് ധ്യാനിക്കും. നീ തിരിച്ചറിയാത്ത പ്രയാസമുള്ള വാക്കും നിനക്ക് ഗ്രഹിച്ചുകൂടാത്ത അന്യഭാഷയുമുള്ള ഉഗ്രജാതിയെ നീ കാണുകയില്ല. ഇനി നിന്റെ ശത്രുക്കൾ അശൂരികളെ നീ ഇനിയും കാണുകയില്ല. താഴെ, നമ്മുടെ ഉത്സവങ്ങളുടെ നഗരമായ സിയോനെ നോക്കുക. നിന്റെ കണ്ണ് യെരുശലേമിനെ സ്വൈര്യനിവാസമായും ഒരിക്കലും നീങ്ങിപ്പോകാത്തതും കുറ്റി ഒരു നാളും ഇളകിപ്പോകാത്തതും കയറ് ഒന്നും പൊട്ടിപ്പോകാത്തതുമായ കൂടാരമായും കാണും. അവിടെ മഹിമയുള്ളവനായ യഹോവ നമുക്ക് വീതിയുള്ള നദികൾക്കും തോടുകൾക്കും പകരമായിരിക്കും. തണ്ടുവെച്ച പടക് അതിൽ നടക്കയില്ല, പ്രതാപമുള്ള കപ്പൽ അതിൽ കൂടി കടന്നുപോകയില്ല. യഹോവ നമ്മുടെ ന്യായാധിപൻ, യഹോവ നമ്മുടെ ന്യായദാതാവ്, യഹോവ നമ്മുടെ രാജാവ്, അവൻ നമ്മെ രക്ഷിക്കും. സോ ഇവിടെ നമ്മൾ ഇതിന്റെ 18 തൊട്ട് വായിക്കുമ്പോൾ 18 തൊട്ട് 22 വരെ ദൈവത്തിന്റെ ജനം ദൈവത്തെ മനസ്സിലാക്കേണ്ടി പോൽ മനസ്സിലാക്കി ദൈവത്തെ ആരാധിക്കാനും സ്തുതിക്കാനും ദൈവത്തെ ആശ്രയിക്കാൻ തുടങ്ങിയപ്പം അവരുടെ ശത്രുക്കളെ ഓർത്ത് ഇനിയും ഭാരപ്പെടേണ്ട ആവശ്യമില്ല. ദൈവം അവർക്ക് വേണ്ടി പ്രവർത്തിക്കും, നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. അതിന്റെ നമ്മൾ വായിച്ച ആ 21-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിച്ചേ. അവിടെ മഹിമയുള്ളവനായ യഹോവ നമുക്ക് വീതിയുള്ള നദികൾക്കും തോടുകൾക്കും പകരമായിരിക്കും. നമ്മുടെ ദൈവം വീതിയുള്ള തോടും നദിയുമായി നമുക്ക് വേണ്ടിയാവും. പക്ഷെ ആ നദിയിൽ താഴെ എഴുതിയേക്കുന്ന എന്തുവാ? തണ്ടുവച്ച പടക് അതിൽ നടക്കയില്ല. തണ്ടുവച്ച പടക് അതിൽ നടക്കയില്ല. പ്രതാപമുള്ള കപ്പൽ അതിൽ കൂടി കടന്നു പോകുകയുമില്ല. അതിന്റെ അർത്ഥം ശത്രുവിനെ അതിന്റെ അകത്തുനിന്ന് കടന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. യഹൂദ ജനമേ, ഈ സെൻഹരീബ് നിന്നെ വഞ്ചിക്കുന്നുണ്ടെങ്കിലും ഇവൻ നിന്റെ അകത്തുനിന്ന് കടന്നു പോകാൻ ഞാൻ അനുവദിക്കത്തില്ല. ദൈവം തൻ്റെ ജനത്തിന് ആശ്വാസം കൊടുക്കുന്നത് അതിൻ്റെ ഓരോ വാക്കുകൾ ഇത് നമുക്ക് വേണ്ടിയാണോ? ഈ 22-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിച്ചേ. The Lord is our judge. The Lord is our lawgiver. The Lord is our king. He will save us. മലയാളത്തിൽ, യഹോവ നമ്മുടെ ന്യായാധിപൻ. യഹോവ നമ്മുടെ ന്യായാധിപൻ പറയാൻ കഴിയുമോ? അടുത്തത്, യഹോവ നമ്മുടെ ന്യായദാതാവ്. ന്യായദാതാവ്. യഹോവ നമ്മുടെ രാജാവ്. യഹോവ നമ്മുടെ രാജാവ്. അവൻ നമ്മെ രക്ഷിക്കും. ഉറപ്പാണോ? ഇന്ന് നമ്മൾ ഇത്രയും വചനം കേട്ടപ്പം എനിക്കും ഇത് പറയാൻ കഴിയുമോ? അകത്തൂന്ന് അപ്രാഗൽഭ്യമുണ്ടോ? യഹോവ എൻ്റെ രാജാവ്, യഹോവ എന്നെ രക്ഷിക്കും. അടുത്തത് അതിന്റെ 23-ാമത്തെ വാക്യം, 23-24. നിന്റെ കയറ് അഴിഞ്ഞു കിടക്കുന്നു. നിന്റെ കയറ് അഴിഞ്ഞു കിടക്കുന്നു. അതിനാൽ പാമരത്തെ ചുവട്ടിൽ ഉറപ്പിച്ചുകൂടാ, പായ് നിവർത്തിക്കൂടാ. പിടിച്ചു പറിച്ച വലിയ കൊള്ള അന്ന് വിഭാഗിക്കപ്പെടും.
മുടന്തരും കൊള്ളയിടും, ഉം. എനിക്ക് ദീനമെന്ന് യാതൊരു നിവാസിയും പറകയില്ല. ആ. അതിൽ പാർക്കുന്ന ജനത്തിന്റെ അകൃത്യം മോചിക്കപ്പെട്ടിരിക്കും. ഇത്രേ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോ 23-ാമത്തെ വാക്യത്തിൽ ഭാവി നടക്കാൻ പോകുന്ന കാര്യങ്ങളെല്ലാം പ്രവാചകൻ ജനത്തെ അറിയിച്ചു കഴിഞ്ഞ് യാഥാർത്ഥ്യത്തിലേക്ക് ഒടുവിൽ കൊണ്ടുവരിക. യാഥാർത്ഥ്യം എന്താ? ഭാവിയിൽ ദൈവം പ്രവർത്തിക്കും, പക്ഷെ ഇന്ന് നിന്റെ സ്ഥിതി എന്താ? അത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ നിങ്ങളുടെ മുമ്പേ ഇങ്ങനത്തെ ഒരു ചെറിയ കപ്പലിന്റെ മോഡൽ 23-ാമത്തെ വാക്യം നമുക്ക് ഒന്നുകൂടെ വായിക്കാം. നിന്റെ കയറ് അഴിഞ്ഞു കിടക്കുന്നു. നിന്റെ കയറ് അഴിഞ്ഞു കിടക്കുന്നു. ഒന്ന് നിന്നേ. പണ്ടൊക്കെ ഇങ്ങനത്തെ കപ്പൽ, ചെറിയ ചെറിയ ബോട്ടുകൾ ഉണ്ടായിരുന്നു. ഇന്നും ചില സ്ഥലങ്ങളിലുണ്ട്. ഇതിൽ ഡീസൽ മോട്ടർ ഒന്നുമില്ല. ഇത് കാറ്റാ ഇതിനെ ഓരോ സ്ഥലങ്ങളിൽ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ആ ടെക്നോളജി, അന്നത്തെ എഞ്ചിനീയർമാർ ഉണ്ടാക്കിയതാ. കാറ്റിലുള്ള ആ എനർജി, ആ ശക്തി ഇന്ന് സൈക്ലോണിൽ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. എത്ര ശക്തി ഉണ്ടായതിൻ്റെ അകത്ത്, എത്ര സ്പീഡിലാ വരുന്നത്, എത്ര നാശമാ ചെയ്യുന്നത്. പണ്ട് കാലത്തെ എഞ്ചിനീയർമാർക്ക് കാറ്റിലെ ആ ശക്തി മനസ്സിലായി. അവർ പറഞ്ഞു, നമുക്ക് ഈ ശക്തിയെ ഉപയോഗിക്കാം. ഡീസൽ എഞ്ചിനൊന്നുമില്ല, ഇങ്ങനത്തെ ചെറിയ കപ്പല്. ഇതിൽ എന്തൊക്കെയുണ്ട്? കയറുണ്ട്, പിന്നെ എഴുതിയിട്ടുണ്ടല്ലോ പാമരമുണ്ട്, മാസ്റ്റ് ഉണ്ട്, പായ് നിവർത്തിക്കൂടാ. നിവർത്തിക്കൂടാ. ശ്രദ്ധിച്ചേ, കയറുണ്ട്, പാമരമുണ്ട്, പായുണ്ട്. ആ കാറ്റിന്റെ ശക്തി ഈ പായല പിടിക്കേണ്ടത്. പിടിച്ചാൽ ഈ കാറ്റ് ഈ ചെറിയ ബോട്ടിനെ അതിന്റെ ലക്ഷ്യത്തിൽ കൊണ്ടുപോകും. പക്ഷെ ഈ പായൽ ആ കാറ്റ് പിടിക്കണമെങ്കിൽ പാമരം അതിന്റെ സ്ഥലത്തായിരിക്കണം. ആ സ്ഥലത്താകണമെങ്കിൽ ഈ കയറ്, അതിൽ ഇംഗ്ലീഷിലാണെങ്കിൽ ദ ടാക്ലിങ്സ് ആർ ലൂസ്ഡ്, മലയാളത്തിൽ ഈ കയറ് അഴിഞ്ഞു കിടന്നാൽ, ഒന്ന് ചിന്തിച്ചേ. ജസ്റ്റ് ഒരു എക്സാമ്പിൾ, എത്ര സ്ഥലങ്ങളിൽ കയറുകളുണ്ട്. ഇത് ടൈറ്റായി ഇരുന്നോണം. ഇത് അഴിഞ്ഞു കിടന്നാൽ ഈ വരുന്ന കാറ്റ് ഇതിനെ മുക്കും. ഇത് ടൈറ്റായി കെട്ടിവെച്ചാൽ ഈ കാറ്റിന് ഇതിനെ മുക്കാൻ കഴിയത്തില്ല. എത്ര വേഗതയോടാ ഇതിന്റെ ലക്ഷ്യത്തിൽ എത്തുന്നത്. ദൈവത്തിന്റെ ആത്മാവ് യാഥാർത്ഥ്യം നമ്മുടെ മുമ്പേ വെച്ചു. എന്റെ സാഹചര്യം ഏതായിക്കോട്ടെ, എത്ര കൊടുങ്കാറ്റ് വന്നോട്ടെ, എന്റെ കയറ് അത് അഴിഞ്ഞു കിടക്കുവാന്നോ? ഈ പായ ഉയർത്തുവാൻ കഴിയുന്നില്ലയോ? ഈ പാമരം നേരെ നിൽക്കുന്നുണ്ടോ? എത്ര കപ്പലിന് ഈ ദിവസങ്ങളിൽ കപ്പൽ ഛേദം നടന്നു. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. ഹല്ലേലൂയ. ഞാൻ നിങ്ങളുടെ മുമ്പേ ഈ ചെറിയ മോഡൽ വെച്ചു. ദൈവത്തിന്റെ ആത്മാവ് യാഥാർത്ഥ്യം നമ്മുടെ മുമ്പേ വെക്കുക. ആ കയറുകൾ, ദൈവത്തിലുള്ള ആ വിശ്വാസത്തിന്റെ കയറുകൾ മുറുകെ കെട്ടിയിരിക്കുവാനോ അതോ അഴിഞ്ഞു കിടക്കുവാനോ? എത്ര വിശ്വാസികളുടെ ജീവിതം പ്രതിസന്ധികൾ വന്നപ്പം പിടിച്ചു നിൽക്കുവാൻ കഴിഞ്ഞില്ല, തകർന്നുപോയി. ഹല്ലേലൂയ. നമ്മുടെ മുമ്പേ എത്ര ഭക്തന്മാർ അവരുടെ ഓട്ടം തികച്ചു. ദൈവത്തിൽ അവർ ആശ്രയിച്ചു.
എത്ര പ്രയാസങ്ങൾ വന്നാലും അവരുടെ നോട്ടം അവരുടെ കർത്താവിൽ നിന്നും മാറാൻ അവർ അനുവദിച്ചില്ല. ഹല്ലേലൂയ. സാക്ഷികളുടെ വലിയൊരു കൂട്ടമില്ലയോ നമ്മുടെ ചുറ്റുപാടുള്ളത്? നമ്മുടെ കയറുകൾ, അഴിഞ്ഞു കിടക്കുന്ന കയറുകൾ മുറുകെ കെട്ടാം. ഹല്ലേലൂയ. മുറുകെ കെട്ടാം. ഹല്ലേലൂയ. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ ഓരോരുത്തരെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നിന്റെ സന്നിധിയിൽ ഒന്നിച്ചു വന്ന് നിന്നെ ആരാധിക്കുവാൻ, നിന്റെ വചനം കേൾക്കുവാൻ നീ ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം. സ്പഷ്ടമായി നിന്റെ ആത്മാവ് യാഥാർത്ഥ്യങ്ങൾ ഞങ്ങളുടെ മുമ്പേ വെളിപ്പെടുത്തി കഴിഞ്ഞു. പിതാവേ, നിന്നെ നോക്കി, നിന്നിൽ ആശ്രയിച്ച് ഭയത്തോട് വിരലോട് നിന്നെ സേവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ വരവടുത്തുവായതിന്റെ ലക്ഷണങ്ങൾ ഞങ്ങൾ ചുറ്റുപാടും കാണുന്നുണ്ട് പിതാവേ. നിന്നിൽ വിശ്വസിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. നീ ഞങ്ങളെ നടത്തുന്ന വിധങ്ങൾക്കായി സ്തോത്രം. നിന്റെ വിശ്വസ്തതയ്ക്കായി സ്തോത്രം. കർത്താവേ, പുതിയ ആഴ്ചയിൽ ഞങ്ങൾ പ്രവേശിക്കുമ്പോൾ നിന്റെ ഇതപ്രകാരം നിന്റെ നാമത്തിന്റെ മഹത്വത്തിനു വേണ്ടി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളും കഴിഞ്ഞ ആഴ്ച കർത്താവെ UK വരുവാനും ശുശ്രൂഷിപ്പാനും നീ നൽകിയ അവസരങ്ങൾക്കായി സ്തോത്രം. വരുന്ന ദിവസങ്ങളിലുള്ള ശുശ്രൂഷയിൽ കർത്താവെ നിന്റെ ആത്മാവ് ഞങ്ങളെ നയിക്കണമേ. നിന്റെ നാമത്തിന്റെ മഹത്വം ഞങ്ങൾ ആഗ്രഹിക്കുന്നു. UK പ്രദേശത്തിൽ കർത്താവെ അന്തരീക്ഷം വഷളായിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിന്റെ മധ്യത്തിൽ തന്റെ ജനത്തെ നീ കാക്കുന്നതിനായി സ്തോത്രം. ഓരോരുത്തർ അവരുടെ വിളിയെ മനസ്സിലാക്കി നിന്റെ നാമത്തിന്റെ മഹത്വത്തിനു വേണ്ടി ജീവിപ്പാൻ ഓരോരുത്തരെയും നീ സഹായിക്കണമേ. നിന്റെ വിളിയിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ അവസരം വരല്ലേ. നിന്റെ അഭിഷിക്തന്മാരെ നീ എഴുന്നേൽപ്പിക്കണമേ. യൂറോപ്പ്, ആഫ്രിക്ക, സൗത്ത് അമേരിക്ക, നോർത്ത് അമേരിക്ക, കർത്താവെ എത്ര രാജ്യങ്ങൾ ഇനി കിടക്കുന്നുള്ളൂ. കർത്താവെ, ദുരുപദേശം മനുഷ്യനെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ സത്യവചനം എടുത്തോണ്ട് ആ രാജ്യങ്ങളിൽ പോകുവാൻ അഭിഷിക്തന്മാരെ നീ എഴുന്നേൽപ്പിക്കണമേ. നിന്റെ വേലയ്ക്കുള്ള ആ വാഞ്ച ഉള്ള ചെറുപ്പക്കാരെ നീ എഴുന്നേൽപ്പിക്കണമേ. എല്ലാ മാനമഹത്വം നിനക്കായി അർപ്പിക്കുന്നു. നീ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പിതാവിന്റെ സ്നേഹം, പുത്രന്റെ കൃപയും പരിശുദ്ധാത്മായുടെ കൂട്ടായ്മ നമ്മൾ ഓരോരുത്തരുടെ കൂടെ നമ്മുടെ കർത്താവിന്റെ വരവ് വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവ് വേഗം വരാറായി. ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക. വരുന്ന ദിവസങ്ങളിലുള്ള ശുശ്രൂഷയിൽ ദൈവാത്മാവിന്റെ നിയോഗം അനുസരിച്ച് ഓരോ സ്ഥലങ്ങളിൽ പോയി ശുശ്രൂഷിപ്പാൻ കർത്താവ് ഞങ്ങളെ ബലപ്പെടുത്താൻ ഞങ്ങളെയും പ്രാർത്ഥനയിൽ ഓർക്കുക. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവ് വേഗം വരാറായി. മാറാനാഥ.